ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. വളരെ വിശിഷ്ടമായിരിക്കുന്ന ആദിത്യ ഹൃദയമന്ത്രത്തിൻ്റെ ഉപദേശമാണ് ഈ സർഗത്തിൽ നമ്മൾ കേൾക്കുക. രാമൻ പോരിൽ തളർന്ന് ചിന്താകുലനായിട്ട് നിൽക്കുന്നതും രാവണൻ പൊരുതാനായിട്ട് മുന്നിലെത്തിയതും കണ്ട് ദേവന്മാരോടൊപ്പം യുദ്ധം കാണാൻ വന്നു ചേർന്ന അഗസ്ത്യ മഹർഷി രാമന്റെ അടുത്ത് എന്ന് പറയുകയുണ്ടായി. രാമ മഹാബാഹോ ശൃണുഗുഹ്യം സനാതനം യേന സർവാനരീൻ വത്സ സമരേ വിജയിഷ്യസി. ആദിത്യ ഹൃദയം പുണ്യം സർവശത്രു വിനാശനം ജയാവഹം ജവേ നിത്യം അക്ഷയം പരമം ശിവം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോക പ്രശമനമായുർവർദ്ധനമുത്തമം. അല്ലയോ രാമ മഹാബാഹോ, സനാതനവും രഹസ്യവുമായ ഇത് അങ്ങ് കേൾക്കുക. യുദ്ധത്തില് ശത്രുക്കളെയെല്ലാം ഇതുകൊണ്ട് ജയിക്കാൻ നിനക്ക് കഴിയും. പുണ്യകരവും സർവശത്രുവിനാശകരവും വിജയപ്രദവും അക്ഷയവും പരമമംഗളദായകവുമായ ആദിത്യ ഹൃദയം നിത്യവും ജപിക്കുക. സർവഭാവപ്രണാശനവും ചിന്താശോകനാശകവും ആയുർവർദ്ധകവും ഉത്തമവുമാണ് ഇത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആദിത്യ ഹൃദയമന്ത്രത്തിന്റെ ഉപദേശം ശ്രീരാമസ്വാമിക്കായിക്കൊണ്ട് അഗസ്ത്യ മഹർഷി നൽകുന്നതാണ് ഇനി നമ്മൾ കേൾക്കുക. രശ്മിമന്ദം സമുദ്യന്തം ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. രശ്മിമാനും ഉദിച്ചുയരുന്നവനും ദേവാസുര നമസ്കൃതനും ഭാസ്കരനും ഭുവനേശ്വരനുമായ വിവസ്വാനെ പൂജിക്കുക. സർവദേവാത്മകോഹേഷ തേജസ്വീ രശ്മിഭാവന ഏഷ ദേവാസുരഗണാൻ ലോകാൻ പാതികവസ്തിഭീൻ. തേജസ്വിയും സർവദേവസ്വരൂപനും രശ്മികൾക്ക് കാരണഭൂതനും ദേവാസുര ഗണങ്ങളെയും ലോകങ്ങളെയും കിരണങ്ങൾ കൊണ്ട് രക്ഷിക്കുന്നതും ഇദ്ദേഹമാണ്. ഏഷ ബ്രഹ്മാച വിഷ്ണുശ്ച ശിവ സ്കന്ദ പ്രജാപതി മഹേന്ദ്രോ ധനതകാലോ യമ സോമോഹ്യപാമ്പതി. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സ്കന്ദനും പ്രജാപതിയും മഹേന്ദ്രനും ധനതനും കാലനും യമനും ചന്ദ്രനും വരുണനും പിതൃക്കളും വസുക്കളും സത്യന്മാരും അശ്വിനീ ദേവന്മാരും മരുത്തുക്കളും മനുവും വായുവും അഗ്നിയും പ്രജകളുടെ പ്രാണനും ഋതുകർത്താവും പ്രഭാകരനും ആദിത്യനും സവിതാവും സൂര്യനും ഖഗനും പൂഷാവും രശ്മിമാനും കിരണ്യ തേജസ്സും സുവർണാഭനും ഭാനുവും ദിവാകരനും ഹരിതശ്വരം സഹസ്രാംശവും സപ്തസപ്തിയും മരീചിമാനും തുഷ്ടാവും അന്ധകാരമകറ്റുന്നവരും ശംഭുവും മാർത്താണ്ഡനും അംശുമാനും ഹിരണ്യഗർഭനും ശിശിരനും തപനനും ഭാസ്കരനും രവിയും അഗ്നിഗർഭനും അതിപുത്രനും ശങ്കനും ശിശിരനാശകനും വ്യോമനാഥനും തമോഭേദകനും ഋഗ്യജുസാമപാരകനും കരവൃഷ്ടിയും പയോമിത്രനും വിന്ധ്യവീതിയും പ്ലവംഗമനും വെയിലുള്ളവനും മണ്ഡലാകാരനും പിങ്കളനും സർവതാപനനും കവിയും വിശ്വരൂപനും മഹാതേജസ്സും രക്തവർണ്ണനും സർവഭവോത്ഭവനും നക്ഷത്രഗ്രഹതാരാധിപനും വിശ്വഭാവനും തേജസ്സുകൾക്കും തേജസ്സും ദ്വാദശാത്മാവുമായ അങ്ങേക്ക് നമസ്കാരം. തേജസാമപി തേജസ്വി ദ്വാദശാത്മൻ നമോസ്തുതേ. നമ പൂർവായ ഗിരയേ പശ്ചിമായ ദ്രിയേ നമ ജ്യോതിർഗണാനാംപതയേ ദിനാധിപതയേ നമ. പൂർവഗിരിക്ക് നമസ്കാരം, പശ്ചിമാദ്രിക്കും നമസ്കാരം, ജ്യോതിർഗണനാഥനും ദിനാധിപതിക്കും നമസ്കാരം. ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമ. നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ. ജയനും ജയഭദ്രനും ഹര്യശ്വനും വീണ്ടും വീണ്ടും നമസ്കാരം. സഹസ്രാംശോ വീണ്ടും വീണ്ടും നമസ്കാരം. ആദിത്യ വീണ്ടും വീണ്ടും നമസ്കാരം അങ്ങേക്ക്. ഉഗ്രനും വീരനും നമസ്കാരം. സാരംഗന് വീണ്ടും വീണ്ടും നമസ്കാരം. പത്മപ്രബോധന നമസ്കാരം. മാർത്താണ്ഡന് വീണ്ടും വീണ്ടും നമസ്കാരം. ബ്രഹ്മനും ഈശ്വരനും അച്യുതനും സൂര്യനും ആദിത്യ വർച്ചസിനും ഭാസ്വനും സർവഭക്ഷകനും രൗദ്രമൂർത്തിക്കും നമസ്കാരം. തമോഘ്നായ ഹിമഗ്നായ ശത്രുഘ്നായാമിതാത്മനേ കൃതജ്ഞജ്ഞായ ദേവായ ജ്യോതിഷാംപതേ നമ. തമോനാശകനും ഹിമനാശകനും ശത്രുനാശകനും അമിതാത്മകനും കൃതജ്ഞനാശകനും ദേവനും ജ്യോതിർനായകനും നമസ്കാരം. സംഘവർണ്ണനും ഹരിക്കും വിശ്വകർമാവിനും
തമോനാശകനും കൃണിക്കും ലോകസാക്ഷിക്കും നമസ്കാരം. ആശയത്തേഷ വൈഭൂതം തദേവ ശ്രീതി പ്രഭു. ഈ പ്രഭു തന്നെയാണ് ജീവജാലങ്ങളെ നശിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. പായത്തേഷ തപത്തേഷ വർഷത്തേഷ ഗപസ്ഥിഭി. രശ്മികൾ കൊണ്ട് ചൂടേകുന്നതും വറ്റിക്കുന്നതും വർഷിക്കുന്നതും ഈ ദേവൻ തന്നെയാണ്. ജീവജാലങ്ങൾ ഉറങ്ങുമ്പോൾ ഈ ദേവൻ ഉള്ളിൽ ഉണർന്നിരിക്കുന്നു. അഗ്നിഹോത്രത്തിന്റെ ഫലങ്ങളും ഇദ്ദേഹം തന്നെ. വേദവും യജ്ഞവും യജ്ഞത്തിന്റെ ഫലങ്ങളും ഇദ്ദേഹം തന്നെ. ലോകത്തിലുള്ള കൃത്യങ്ങൾക്കെല്ലാം പ്രഭു ഈ രവിയാണ്. രാഘവ, ആപത്തുകളിലും കുഴപ്പങ്ങളിലും കാന്താരങ്ങളിലും ഭയങ്ങളിലും ഇത് ജപിക്കുന്നവൻ വിഷമിക്കുന്നില്ല. ദേവദേവനായ ഈ ജഗൽപതിയെ ഏകാഗ്രചിത്തനായി പൂജിച്ചാലും ഇത് 3 പ്രാവശ്യം ജപിച്ചാൽ യുദ്ധത്തില് വിജയിക്കും. മഹാബാഹോ, അങ്ങ് ഈ ക്ഷണത്തിൽ തന്നെ രാവണനെ വധിക്കും. ഇപ്രകാരത്തില് ആ മന്ത്ര ഉപദേശമൊക്കെ നൽകി അഗസ്ത്യ മഹർഷി വന്നതുപോലെ തിരിച്ചുപോയി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴോ മഹാതേജ നഷ്ടശോക ഭവത്തത. ആ മഹാതേജസ്വിയുടെ ശോകമകന്നു. പരിശുദ്ധാത്മാവായ രാഘവൻ പ്രീതിയോടേത് ധരിച്ചു. ആദിത്യം പ്രേക്ഷജപ്വാതു പരം ഹർഷമവാപ്തവാൻ. ആദിത്യനെ നോക്കി അത് ജപിച്ചുകൊണ്ട് അതിഹർഷം പൂണ്ടു 3 വട്ടം ശുദ്ധിയോടെ ആചപിച്ചിട്ട് ആ വീര്യവാൻ വില്ലൊക്കെ എടുത്തു. രാവണനെ കണ്ട് സന്തുഷ്ടനായി യുദ്ധം ചെയ്യാൻ അടുത്തെത്തി. മഹത്തായ സർവ്വയത്നങ്ങൾ കൊണ്ടും അവരെ വധിക്കാനായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ സുരഗണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സൂര്യൻ സാമോദം പരമഹർഷം പൂണ്ട് നിശാചരേശ്വരന്റെ നാശമറിഞ്ഞ് വേഗമാകട്ടെ എന്ന് അരുളി. ഇങ്ങനെ അഗസ്ത്യ മഹർഷി ശ്രീരാമസ്വാമിക്ക് ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിക്കുന്നതാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദബിന്ദാർപ്പണമസ്തു.